സോ ഒരു പോസ്റ്റർ മാത്രമേ ഖലീഫയുടെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഖലീഫയുടെ ബാക്കി അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഖലീഫയുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വളരെ ശക്തമായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആമിർ അലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ. കാരണം പിന്നെ ഇങ്ങനെ സിനിമ മാറുകയല്ലേ, ഓരോ കാലഘട്ടത്തിൽ സിനിമ മാറുക. അപ്പം നമുക്ക് പുതിയ രീതിയിൽ ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു ഹീറോയ്ക്കും എക്സൈറ്റ്മെൻറ്റ് തോന്നണ്ട, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്കെപ്പോഴും ഈ ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഇഷ്ടം കൂടുതലുണ്ട്, ഇമോഷനുണ്ട് പൃഥ്വിരാജ്. അപ്പോൾ അദ്ദേഹത്തിനൂടെ ചെയ്യുന്ന സിനിമകൾ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന സിനിമയല്ല. അപ്പോൾ ഒരു സെലിബ്രേഷൻ, ഒരു പരിപാടിയാണെന്നുള്ള ഡ്രീമുണ്ട്. ലെറ്റ്സ് നോക്കാം, ട്രൈ ചെയ്യാം പരമാവധി. അവർ ഓരോ ദിവസവും സെറ്റിൽ സർവൈവ് ചെയ്യുന്നത് ഈ പെർഫോമൻസിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാകും, ഒരു ആക്ടിങ്ങിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാകും. വേറൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല. അവരുടെ ലക്ഷറിയോ അല്ലെങ്കിൽ അവരുടെ മറ്റ് സൗകര്യങ്ങളോ ഒക്കെ എന്നും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതാണ് കൂടെ. അതല്ല അവരുടെ കിക്ക്. അവരെ എക്സൈറ്റ് ചെയ്യുന്നത് ഇതെന്താണ് പെർഫോം ചെയ്യുന്നുണ്ട് ഓരോ ദിവസം. ലാലേട്ടൻ്റെ കൂടെ മമ്മൂക്കയുടെയും കൂടെ വർക്ക് ചെയ്തു. ഇവരെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക പ്രേക്ഷകരും ഈ ഒരു കോംബോ ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സോ ഇവരെ ഒരുമിച്ച് സ്ക്രീനിൽ കൊണ്ടുവരുന്ന ഒരു സിനിമ ഭാവിയിലുണ്ടാകും. എന്തൊരു ചലഞ്ചിങ് ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ, രണ്ട് സൂര്യനെ ഇങ്ങനെ എടുത്തിട്ട് ഒരുമിച്ച് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പോവില്ലേ. അടുത്ത സിനിമ ഇനിയും വരാൻ പോകുന്നത് പൃഥ്വിരാജിൻ്റെ ഒപ്പമുള്ള സിനിമയാണ് ഖലീഫ. സോ ഒരു പോസ്റ്റർ മാത്രമേ ഖലീഫയുടെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഖലീഫയുടെ ബാക്കി അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഖലീഫയുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വളരെ ശക്തമായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആമിർ അലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ. അപ്പോൾ അത് എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന സിനിമ, വളരെ രസമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇപ്പോൾ ആക്ഷനുണ്ട്, ഓഫ് കോഴ്സ്, അതുപോലെ തന്നെ റൊമാൻസ് ഉണ്ട്, ഡ്രാമയുണ്ട്, ത്രിൽസ് ഉണ്ട്. അപ്പോൾ എല്ലാ വിഭാഗം ആൾക്കാരെയും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു എൻ്റർടൈനർ പരിപാടിയിലാണ് ഇത് പിടിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നാളായിട്ട് ഞാൻ യൂഷ്വലി തുടക്കത്തിലൊക്കെ എനിക്ക് സോങ്സിന് ഭയങ്കര ഇഷ്ടമാണ്. സോങ്സിൽ കുറേ കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ നന്നായി സോങ്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ ചെയ്യുമായിരുന്നു മുമ്പ്. ഇപ്പോൾ അടുത്തായിട്ട് അതിലേക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല, ഈ സിനിമകളുടെ മാറ്റമൊക്കെ കാരണമാണ്. അപ്പോൾ ഈ സിനിമയിൽ കുറച്ച് സോങ്സിനൊക്കെ പ്രാധാന്യം കൊടുത്ത് നല്ല സോങ്സൊക്കെ വന്ന് ചെയ്യാം എന്നുള്ളൊരു ആശയത്തിലാണ് ഇരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രീ പ്രൊഡക്ഷൻ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. കാരണം ഇത് 3-4 രാജ്യങ്ങളിൽ ചിത്രീകരിക്കേണ്ട സിനിമയാണ്. ഇപ്പം UK ഉണ്ട്, ദുബായ് ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ഇന്ത്യ ഉണ്ട്. ഇങ്ങനെ 4 രാജ്യത്തായിട്ടാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പോൾ ഷൂട്ട് ഈ 4 രാജ്യങ്ങളിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പെർമിഷൻസും കാര്യങ്ങളുമെല്ലാം സെറ്റായിട്ടായിരിക്കും സിനിമ തുടങ്ങുക. അപ്പോൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികൾ ഇങ്ങനെ ഗംഭീരമായി സ്റ്റാർട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ 2025 റിലീസ് ചെയ്യണമെന്നാണ് ഹോപ്പ്ഫുള്ളി വിചാരിക്കുന്നത്. ഇപ്പം നമുക്ക് എത്ര നേരത്തെ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നു, പിന്നെ പൃഥ്വിയുടെ അവൈലബിലിറ്റി, ഇതേപോലെ സിനിമ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരണം. അപ്പോഴേക്കും നമുക്കുണ്ട് ജോലിയുണ്ട്, പ്രീ പ്രൊഡക്ഷൻ പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യണം. അതൊരു വലിയ ഹോപ്പുള്ള ഒരു ഡ്രീം ആയിട്ടുള്ളൊരു സിനിമയാണ്. രസമായിട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് അവസരങ്ങളുള്ള സിനിമയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിന് ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജിനു വി എബ്രഹാമാണ് റൈറ്റർ. അപ്പോൾ ജിനു എബ്രഹാം ഇന്നോവേഷൻസും സരിഗമയും കൂടെ ചേർന്നിട്ടാണ് സിനിമ ചെയ്യുന്നത്. വളരെ ഒരു വൈഡർ സ്കെയിലുള്ള ഞാൻ ഈ പൃഥ്വിയുടെ കൂടെ ഇപ്പോൾ 10-13 വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ കാലമായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിന് ശേഷം വരുന്നതാണ്. അപ്പോൾ അത് നന്നായി സെലിബ്രേറ്റ് ചെയ്യണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. പൃഥ്വിയുടെ എനിക്കെപ്പോഴും സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ്. എന്താണെന്നറിയോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഷോട്ട് എടുത്തത് പൃഥ്വിയുടെ മുഖത്താണ്. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ വരിക്കാശ്ശേരി മനയിൽ രാജു ഇങ്ങനെ നടന്നു വരുന്ന ഷോട്ടാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഷോട്ട്. എൻ്റെ ആദ്യത്തെ മുഖം എൻ്റെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ക്യാമറയിലൂടെയുള്ള ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ ക്യാമറയിലൂടെയുള്ള ആദ്യത്തെ മുഖം പൃഥ്വിരാജിൻ്റെതാണ്. അപ്പോൾ എനിക്കെപ്പോഴും ഈ ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഇഷ്ടം കൂടുതലുണ്ട്, ഇമോഷനുണ്ട് പൃഥ്വിരാജായിട്ട്. അപ്പോൾ
അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യുന്ന സിനിമകൾ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന സിനിമയല്ല. അപ്പോൾ ഒരു സെലിബ്രേഷൻ, ഒരു വൻ പരിപാടിയാണെന്നുള്ള ഡ്രീമുണ്ട്. ലെറ്റ്സ് സീ, നോക്കാം, ട്രൈ ചെയ്യാം പരമാവധി. പൃഥ്വിരാജിനൊപ്പം അടുത്ത സിനിമ ഓഡിയൻസ് പ്രതീക്ഷിച്ചിരുന്നത് പോക്കിരി രാജയുടെ തേർഡ് പാർട്ട് ഇറങ്ങുന്നു എന്നാണ്. അപ്പോൾ അതിലേക്ക് ഇനി എത്തുന്നുണ്ടോ? എനിക്കറിയില്ല, ഇതെന്താണെന്ന് അറിയാം. ഇപ്പം നമുക്ക് ടർബോയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, പോക്കിരി രാജയുടെ ഉണ്ട്, പുലിമുരുകൻ്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് സംസാരങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. സംസാരങ്ങൾക്ക് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് സംസാരിച്ചു. നമുക്കറിയില്ല ഇത്. ഒന്നാമത് എന്താ വെച്ചാൽ ഈ ഒരു സബ്ജക്റ്റ് കറക്റ്റായിട്ട് സെറ്റായി വരണം. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്, അപ്പോൾ അതിനേക്കാൾ ബെറ്ററായിരിക്കുന്ന, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ മാത്രമല്ല, കഥ മാത്രമല്ല, അതിൻ്റെ ഒരു സാധ്യതകൾ വരണം. എന്ന് വെച്ചാൽ നമുക്കത് അതിൻ്റെ മുകളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു സാധ്യതകൾ വരണം. അങ്ങനെ വരുന്ന കാലത്ത് നമുക്ക് അത്തരം പരിപാടികൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു പുതിയ പരിപാടി ചിന്തിക്കാൻ എളുപ്പമായപ്പോഴും, കാരണം അതിന് മറ്റ് ബാധ്യതകളൊന്നുമില്ല. നമുക്ക് ആ സിനിമ നന്നായാൽ മതി. പുതിയൊരു ക്യാരക്ടറിനെ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, പുതിയൊരു സിനിമ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. പക്ഷെ തുടർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ എല്ലാ ബാധ്യതകളും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ ഒത്തിരി നന്നാവണമല്ലോ. അപ്പം നമുക്ക് ഇത്തിരി കൂടി നന്നായി ശ്രദ്ധിച്ച് ചെയ്യേണ്ട പരിപാടികളായി അങ്ങനത്തെ സീക്വൽ ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ബിക്കോസ് അല്ലാതെ തന്നെ ഉള്ള കമ്മിറ്റ്മെൻറ്റ്സുകളുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്ത് തീർന്നിട്ട് ആലോചിക്കുക. എനിക്കൊന്ന് മലയാളികളെല്ലാം വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയുടെ തേർഡ് പാർട്ടാണ് പോക്കിരി രാജയുടേത്. ഫാമിലി ഓഡിയൻസ് എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്തിരുന്ന ഒരു ടൈപ്പ് ഓഫ് ജോണർ കൂടെ ആയിരുന്നു അത്. ഈ ഫണ്ണുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അങ്ങനെ അത് ഭയങ്കര ഒരു കൂട്ടാവും പെട്ടെന്ന് ക്യാരക്ടറുമായിട്ട്. പ്രത്യേകിച്ചും അങ്ങനെ വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടം വരും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇഷ്ടമുള്ള പരിപാടിയാണത്. ഈ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് എന്താണ്, പിന്നെ ഇങ്ങനെ സിനിമ മാറുകയല്ലേ, ഓരോ കാലഘട്ടത്തിൽ സിനിമ മാറുക. അപ്പം നമുക്ക് പുതിയ രീതിയിൽ ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു ഹീറോയ്ക്കും എക്സൈറ്റ്മെൻറ്റ് തോന്നണ്ട, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ചും മമ്മൂക്കെ പോലെയൊക്കെയുള്ള ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ ദിവസവും സെറ്റിൽ സർവൈവ് ചെയ്യുന്നത് ഈ പെർഫോമൻസിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാകും, ഒരു ആക്ടിങ്ങിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാകും. വേറൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല. ഇപ്പോൾ അവരുടെ ലക്ഷറിയോ അല്ലെങ്കിൽ അവരുടെ മറ്റ് സൗകര്യങ്ങളോ ഒക്കെ എന്നും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതാണ് കൂടെ. അതല്ല അവരുടെ കിക്ക്. അവരെ എക്സൈറ്റ് ചെയ്യുന്നത് ഇതെന്താണ് പെർഫോം ചെയ്യുന്നതല്ല ഓരോ ദിവസം. അപ്പോൾ പുതിയ ക്യാരക്ടറാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഇന്നോവേറ്റീവായിട്ട് ചെയ്യാനും കുറച്ചും കൂടെയൊക്കെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പം നമുക്കും അവർക്കും സൗകര്യം കൂടുതലതാണ്. അപ്പോൾ ഒരു സീക്വൽ ചെയ്യുമ്പോൾ അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടി നമുക്കതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റണം, അല്ല മെക്കാനിക്കലായി ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് നന്നായി വരുമ്പോഴാണ് അങ്ങനെയുള്ള സാധ്യത വരുള്ളൂ. മലയാളത്തിൽ ലീഡ് ആക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപേട്ടൻ, ജയറാമേട്ടൻ ഇവരുടെ ഒക്കെ കൂടെ വൈശാഖേട്ടനിപ്പം സിനിമ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് സുരേഷ് ഗോപിയാണ്. ഇനി സുരേഷ് ഗോപിയുടെ കൂടെ അടുത്തൊരു സിനിമ എപ്പോഴാണ് വരുന്നത്? ഞാൻ സുരേഷ് ഏട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് 2 സിനിമ. ഒന്ന് 2020 വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ കുറച്ച് പോർഷൻ ഞാൻ ഷൂട്ട് ചെയ്യാൻ സാറിൻ്റെ കൂടെ അന്നേരം സമയത്ത് സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ 2 സിനിമയിൽ ഞാൻ പുള്ളിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഭയങ്കര പേഴ്സണൽ ബന്ധമുള്ള ആളാണ് സുരേഷ് ഏട്ടൻ. നമുക്കെപ്പോഴും അങ്ങനെ ഒരാളവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുള്ള ആളാണ് സുരേഷ് ഏട്ടൻ. ഭയങ്കര കൈൻഡായിട്ടുള്ള മനുഷ്യനാണ്, ഹെൽപ്പിംഗ് ആയിട്ടുള്ള മനുഷ്യനാണ്. സുരേഷ് ഏട്ടനോടൊരു സിനിമ ചെയ്യണം എന്നുള്ളത് ഞാൻ സുരേഷ് ഏട്ടന് പറഞ്ഞിട്ടുണ്ട്. കാരണമില്ലേ, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ എന്താന്ന് വെച്ചിട്ടാണ് പുള്ളിയുടെ സിനിമകൾ കാണാൻ വേണ്ടി നമ്മൾ ഇടി കൂടി തിയേറ്ററിൽ പോയി തല്ലുംപിടിയും കൂടി. കമ്മീഷനൊക്കെ ഇറങ്ങുന്ന സമയത്ത്, ഈ കാശ്മീരൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ വെളുപ്പം കാലത്തൊക്കെ പോയിരുന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത സിനിമ. സോ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമാണ് പുള്ളി. ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാൻ ബോയാണ്. ഞാൻ പുള്ളിയോട് തന്നെ പറഞ്ഞിട്ടുണ്ടത്. എനിക്കത് പുള്ളിയുടെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പം നമുക്കത് സംബന്ധിച്ച് വെച്ചാൽ അതിന് പറ്റുന്നൊരു ഒരു പ്രോജക്റ്റ് വരണം, നല്ലൊരു ക്യാരക്ടർ ഉണ്ടാവണം, അതിനൊരു നല്ല സീക്വൻസുകളും പരിപാടികളും ഉണ്ടാവണം. പുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ ഇവരുടെ കൂടെയൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരുടെ ഭയങ്കര ഫാനാണ്. അപ്പം നമുക്ക് ആദ്യം ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് വരണമല്ലോ, ഇവരെ അങ്ങനെ കാണണം, അവരെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ കാണാൻ പറ്റുന്ന ഒരു പരിപാടി വരണമല്ലോ. അപ്പോൾ അതേ ഉള്ളൂ തടസ്സം.
നമുക്കൊരു എക്സൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടി വരാത്തത് കൊണ്ടാണ്. ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട് സുരേഷ് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം. ബാക്കി ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാവരുടെ ഏറെക്കുറെ ഞാൻ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സുരേഷിൻ്റെ കൂടെ ചെയ്യണം, പരിപാടി ചെയ്യണം. ഇതുപോലെ തന്നെ ചോദിക്കാനുള്ളതാണ്, ലാലേട്ടൻ്റെ കൂടെ മമ്മൂക്കയുടെയും കൂടെ വർക്ക് ചെയ്തു. ഇവരെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക പ്രേക്ഷകരും ഈ ഒരു കോംബോ ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സോ ഇവരെ ഒരുമിച്ച് സ്ക്രീനിൽ കൊണ്ടുവരുന്ന ഒരു സിനിമ ഭാവിയിൽ ഉണ്ടാകുമോ? എന്തൊരു ചലഞ്ചിങ് ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ, രണ്ട് സൂര്യനെ ഇങ്ങനെ എടുത്തിട്ട് ഒരുമിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പോവില്ലേ? ഭയങ്കര ആർക്കാണ് അത് അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്തത്? എല്ലാ സംവിധായകർക്കും, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംവിധായകർക്കും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാവും. ഓഫ് കോഴ്സ് എനിക്കും അങ്ങനത്തെ ഒരു സ്വപ്നമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റായിട്ട് അങ്ങനെ സംഭവിക്കുമെന്നറിയില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം, നടന്നാലായി. ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പറഞ്ഞ പോലെ തന്നെ ഇപ്പം അവർ രണ്ടുപേരും നല്ല ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അതുപോലെ തന്നെ ഇപ്പം ഇൻഡസ്ട്രിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ന്യൂ ഫേസസ് ഉണ്ട്. ഇപ്പം LJP ഇപ്പം അങ്കമാലി ഡയറീസ് ചെയ്ത പോലെ ഒരു കംപ്ലീറ്റ് ന്യൂ ഫേസസിനെ വെച്ചൊരു സിനിമ ചെയ്യേണ്ടി വന്നാൽ ചെയ്യുമോ? അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നാൽ അതിന് വേണ്ടി വരുന്ന ചാലഞ്ചസ്? ചെയ്യേണ്ടി വന്നാൽ എന്നല്ല, നമ്മളങ്ങനെ ആഗ്രഹിച്ച് ചെയ്യല്ല. ഞാൻ മിഥുനോട് സംസാരിച്ച സമയത്ത് ഞാനും മിഥുനും ഷമീറും കൂടിയും, അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ആണ് ഈ സിനിമ, ഈ മറ്റേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ടർബോയുടെ പരിപാടികളെല്ലാം ചെയ്തു. അപ്പം ഞങ്ങൾ ഈ സമയത്തൊക്കെ ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഡ്രീമായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് പുതിയ ആൾക്കാരെയോ അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ടൊരു മൈൻഡ് ബ്ലോയിങ് ആക്ഷൻ പരിപാടി സിനിമ ചെയ്യണമെന്നുള്ളത്. അപ്പം നമ്മളത് ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് അതിൻ്റെ ഒരു കണ്ടൻറ്റ് പരിപാടികൾ എത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഞാൻ നല്ലതാണ്. കാരണം വെച്ചാൽ നമുക്ക് ആക്ടേഴ്സ് കൂടുതൽ വരുമല്ലോ. അത് നമുക്കൊരു ഭയങ്കര ആഗ്രഹമുള്ളൊരു പരിപാടിയാണ്. നന്നായി വരട്ടെ എന്ന്, അങ്ങനെ ഒരു പരിപാടി വരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്ലാനിങ്ങുകൾ ഇങ്ങനെ നിൽക്കല്ലേ, കുറേ വർഷത്തേക്കുള്ള ഇങ്ങനെ ലോക്കായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പരിപാടികൾ. നമ്മളിങ്ങനെ പല സമയത്ത് ആലോചിച്ചിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നേ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന തന്നെ പരിപാടികളുണ്ട്. ഈ ഞാനിങ്ങനെ വെച്ചാൽ ഒരുപാട് അങ്ങനെ പ്ലാൻ ചെയ്ത് പ്രോജക്ട്സുകളുണ്ടെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് വെക്കില്ല. കാരണം സിനിമ മാറിക്കൊണ്ടിരിക്കും പെട്ടെന്നേ. അപ്പം നമ്മളൊരു സിനിമ ചെയ്ത് 5 വർഷം കഴിഞ്ഞ് ചെയ്യാനുള്ളൊരു സിനിമ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ച് അത് 5 വർഷം കഴിയുമ്പോൾ ഈ സിനിമ ഇങ്ങനെ ആയിരിക്കില്ല നമുക്ക് സംഭവിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിങ്ങനെ പ്രോജക്ട്സുകൾ പലതും അങ്ങനെ ആലോചിക്കും, കഥകൾ കേൾക്കുന്നുണ്ട്, എൻ്റെ സ്ക്രിപ്റ്റിംഗ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സിനിമ കഴിയുമ്പോഴത്തേക്ക് അടുത്ത സിനിമയുടെ എന്നുള്ള രീതിയിലേക്കാണ് ഒരു ഫുൾ ഓണായിട്ട് ഇറങ്ങുള്ളൂ. നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ചേഞ്ചുകൾ വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. പ്രോജക്ട്സുകൾ ഇങ്ങനെ മുമ്പ് പറഞ്ഞതും പ്ലാനിങ്ങിലുള്ളതും പല കഥകളും കേൾക്കുന്നുണ്ട്, ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ. പ്രത്യേകിച്ചും പുതിയ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ നമ്മുടെ അസോസിയേറ്റ്സൊക്കെ ചേർന്ന് അവരാദ്യം കഥകൾ കേൾക്കും. അപ്പം തന്നെ നല്ല പരിപാടികളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും, അങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും മാക്സിമം പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് ഉള്ള രീതിയിലാണ് ആഗ്രഹങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഫസ്റ്റ് മൂവി നരേനെ വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പോക്കറ്റ് രാജയിലേക്ക് എത്തിയത്. സോ ഇപ്പോൾ സ്ക്രിപ്റ്റ് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നത് പറഞ്ഞു. അപ്പം അടുത്തത് ഇനി നരേനെ ലീഡ് റോൾ ആക്കിക്കൊണ്ട് ഒരു സിനിമ, ലൈക്ക് ഫസ്റ്റ് പ്ലാൻ ചെയ്ത സിനിമയാണ്. ഇപ്പം സിനിമയിലേക്ക് ഇത്ര സക്സസ്ഫുൾ ആയി. പിന്നീട് ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച അയാൾ വളരെ വർഷങ്ങളായിട്ട് എൻ്റെ അടുത്ത സുഹൃത്താണ്, ഇപ്പോഴും നല്ല സുഹൃത്താണ്, നന്നായി പോകുന്നു. ഈ സിനിമയിലെ സംബന്ധിച്ചിടത്തോളം സിനിമ അങ്ങനെ സംഭവിക്കണം, കുറേ കാര്യങ്ങൾ ചേർന്നാണ് സിനിമ സംഭവിക്കാൻ. ഇപ്പം പുള്ളിക്ക് പറ്റിയ ഒരു ക്യാരക്ടർ സാധനം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഫസ്റ്റ് ചോയ്സിലുള്ള ആളാണ്. ഈ പല ഡിസിഷൻസും ഞാൻ മാത്രമല്ല എടുക്കുക, ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം കുറേ പേര് ചേർന്നാണ് തീരുമാനം എടുക്കുക. ഞാനൊന്നിനും അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാറില്ല. ക്രിയേറ്റിവിറ്റിയിലല്ല ഞാൻ പറയുന്നത്. ഇത്തരം കാസ്റ്റിംഗ് ഡിസിഷൻസ് ഒക്കെ വരുന്ന സമയത്ത് പ്രൊഡക്ഷൻ്റെ അഭിപ്രായം എടുക്കും, റൈറ്റേഴ്സിൻ്റെ അഭിപ്രായം, റൈറ്ററുടെ അഭിപ്രായം എടുക്കും, നമ്മളുടെ മെയിൻലായിട്ട് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവരും ചേർന്നാണ്. അപ്പോൾ കാരണം ഒരു കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന ക്യാരക്ടർ മാത്രമല്ല, ഒത്തിരി ഘടകങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചേർന്നാണ് സാധാരണഗതിയിൽ കാസ്റ്റിംഗ് നടത്താറുള്ളത്. എനിക്ക് ഭയങ്കര പേഴ്സണലി അടുപ്പമുള്ള പേഴ്സണൽ സെൻറ്റിമെൻറ്റ്സ് ഉള്ള ഒരു വളരെ അടുത്ത സുഹൃത്താണെന്നറിയാം. ഏത് ബെസ്റ്റ് ക്യാരക്ടർ അദ്ദേഹത്തിന് ആപ്റ്റായിട്ട് വന്നാലും എൻ്റെ ഫസ്റ്റ് ചോയ്സും പുള്ളി തന്നെയായിരിക്കും.
പക്ഷേ ഈ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗമായിട്ടുള്ള സംവിധായകൻ, പക്ഷേ ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു വിശുദ്ധൻ. ഒരു ഇമോഷണൽ ഡ്രാമ ജോണറിൽ വരുന്നൊരു സിനിമയാണ്. അപ്പം എനിക്കറിയേണ്ടത് ഈ സിനിമ ചെയ്യാനുണ്ടായ ഒരു റീസണും അതോടൊപ്പം തന്നെ അതുപോലൊരു ഇമോഷണൽ സിനിമ ഇനി ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഇനിയും ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനത് എഴുതുന്ന സിനിമകളായിരിക്കും അങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കുക. അപ്പോൾ ഞാനതൊരു ടേൺ മാറ്റി വെച്ചിരിക്കുക. അത് ചെയ്യാനുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. പക്ഷെ അത് കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്യാം എന്നുള്ള ഒരു ആശയത്തിലാണ് നിൽക്കുക. അത് ഞാൻ ഫസ്റ്റ് സിനിമയായിട്ട് ചെയ്യാനിരുന്നതാണ്. അതുകൊണ്ടാണ് അതിപ്പോൾ അന്നിപ്പോൾ ഞാൻ അങ്ങനെ വേറെ റൈറ്റേഴ്സിനെ വെച്ച് ചെയ്യുന്നുള്ള പരിപാടിയൊന്നും എനിക്കില്ല. എന്നാൽ നമ്മൾ എഴുതി നമ്മൾ തന്നെ ചെയ്യുന്നു എന്നുള്ളൊരു ആശയത്തിലാണ് ആദ്യത്തെ സിനിമ പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. പിന്നീട് അത് നടക്കാതെ വന്നപ്പോഴാണല്ലോ ഇങ്ങനെ പിന്നെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിലേക്ക് മാറ്റമുണ്ടായത്. പിന്നീട് അതങ്ങ് സെറ്റാവുക ചെയ്തത്. സിനിമകൾ നമ്മൾ അന്വേഷിച്ച് പോകുന്നത് മാത്രമല്ല, നമ്മളിലേക്ക് അന്വേഷിച്ച് വരുന്നതും കൂടി. ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഒരു തീരുമാനം ഉണ്ടാവും എങ്ങനെയാണ് സിനിമ വേണ്ടതെന്നുള്ളത്. ഇപ്പം പ്രേക്ഷകർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഏത് കൈൻഡ് ഓഫ് സിനിമ എന്നുള്ളതാണ്. പിന്നെ നമ്മളാണത് ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല എന്നുള്ള ചിന്തയിൽ ഞാൻ കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യാണ്. ഉറപ്പായിട്ട് ചെയ്യും. കുറച്ചൊരു കാലത്തിന് ശേഷം അത് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ ടർബോ 2-ൻ്റെ കാര്യങ്ങൾ ചോദിച്ച് വൈൻഡപ്പ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ടർബോ 2-ന് വേണ്ടിയിട്ടുള്ള ഒരു ഹിൻഡ് ലാസ്റ്റിലൊരു വീണ്ടും അടുത്തൊരു സൂപ്പർ സ്റ്റാറിൻ്റെ സൗണ്ട് വെച്ച് നിർത്തിയിട്ടുണ്ടല്ലോ. സോ അത് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്കങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നമ്മൾ സംസാരിച്ചപ്പോഴെല്ലായിടത്തും അങ്ങനെ ഒരു പരിപാടി ചെയ്യാമെന്ന് പറയുന്നൊരു ആശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവരും തിരക്കാണ്. മിഥുൻ നോക്കും, മിഥുൻ 2-3 സിനിമകൾ പുള്ളി ചെയ്യാണ്ട് പുള്ളി കമ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകൾ 2-3 ഉണ്ട്. പുതിയ 1-2 പരിപാടികളുണ്ട്. അപ്പം അദ്ദേഹം തിരക്കിൽ നിന്നും അതൊക്കെ വന്ന് എഴുതി വരാൻ ഉള്ള ഒരു സമയമെടുക്കും. പുള്ളി വരാൻ ഫ്രീ ആവണം. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒത്തു വരണ്ടേ. അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ചെയ്യാം. അതെ, ഇനിയും വരാൻ പോകുന്ന വിശേഷം എന്തായാലും ഖലീഫയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖലീഫ നന്നായി വരുമെന്നുള്ള പ്രതീക്ഷ. എമ്പുരാൻ്റെ ഒപ്പം തന്നെ ഖലീഫ കൊണ്ടുപോകുന്നതാണോ അതോ? ഇല്ല, എമ്പുരാൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഖലീഫയുടെ ഷൂട്ട് തുടങ്ങും. ഓക്കെ. പിന്നെയും ഖലീഫ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം കുറച്ച് വർഷം കഴിഞ്ഞിട്ട് പൃഥ്വിരാജിനൊപ്പം വർക്ക് ചെയ്യാണ്. സോ പൃഥ്വിരാജ് വൈശാഖ് കോംബോ ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഒരുപാടുണ്ട്. ഞാനും അത് ഇഷ്ടപ്പെടുന്ന ഒരു മലയാളിയാണ്. സോ നമുക്ക് ഖലീഫയിലൂടെ ഇനി വീണ്ടും കാണാം. ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തു. വളരെ നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു എനിക്ക്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് വർക്ക്സ്. താങ്ക് യു സോ മച്ച്.